നല്ല കുട്ടിയാവോ നോക്കട്ടെ. സ്വഭാവമൊക്കെ ശരിയാവോ? സ്വഭാവം ശരിയാവില്ല, എന്നാ അത് തേക്കണ്ട. ഇങ്ങനെ ജ്യൂസ് ആവൂലേ? അല്ലേ, അത് ശരി. അതിപ്പോ അണ്ണാക്ക് കുടുങ്ങിയാൻ അത്യുത്തമം. എന്താ സമൂലം ഈ സാധനം മുക്കുറ്റി, നമ്മളെ ചെറിയ തെങ്ങ് പോലെ ഇരിക്കും, കുഞ്ഞി തെങ്ങ്. പണ്ട് ഈ ഓണത്തിന് പൂവൊക്കെ ഇടുമ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന സാധനം അല്ലേ. കഴിയട്ടെ, ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതാണ്. പഞ്ഞമാസം ആയതുകൊണ്ടാട്ടോ. വേണ്ട, ഞാൻ കൂടുതൽ നന്നായാലും ഇനി കുറച്ച് അച്ഛൻ്റെ നെറ്റിയിലും തേക്കാം. അച്ഛനെ കുറച്ച് ശരിയാക്കാണ്ട്. ഗൈസ്, കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ടതാ ഞാനും അമ്മയും കൂടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ട തൊടിയൊക്കെ എന്താ പറയുക, മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കരമായിട്ട് കാട് പിടിച്ചിരിക്കുകയാണ്. അമ്മയിനകത്തുണ്ട്, എന്തോ പറിക്കാൻ പോയതാ. എന്താ മുക്കുറ്റി പറിക്കാൻ പോയതാ. കിട്ടിയോ? മുക്കുറ്റിയൊക്കെ തപ്പാൻ പോയിട്ടുണ്ട്. എന്തോ കർക്കിടകം ഒന്നായിട്ടെന്തോ അരച്ച് തേക്കാനോ എന്തൊക്കെയോ ആണെന്നാണ് പറഞ്ഞത്. എനിക്കതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല. കിട്ടിയോ? ഓക്കെ, ഇനി എന്താ പരിപാടി? ഇതിന്റെ ഇല ഉണ്ടല്ലോ, ഇല പറിച്ചിട്ട് നമ്മൾ അരച്ചിട്ട് നെറ്റിയില് രണ്ട് പുരികല്ലേ, പുരികത്തിന്റെ രണ്ട് ഭാഗത്തായിട്ട് തേക്കും. നമ്മൾ ചന്ദനം തൊടുന്ന മാതിരി തൊടുന്നത് ഏറ്റവും നല്ലതാണ്. ആണല്ലേ. അതായത് ഈ മുക്കുറ്റീൻ്റെ ഇല അരച്ചിട്ട് നമ്മൾ നെറ്റിയിൽ ചന്ദനം തേക്കുന്ന ആ സ്പോട്ടിൽ തേക്കുന്നത് നല്ലതാണ്. അതായത് കർക്കിടകം എന്താ ആണോ? ഓഹോ, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഇവരോരോരോ പറ്റാം അങ്ങനെ. അപ്പം അത് അരച്ചിട്ട് നമുക്ക് തേക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കാം. എന്തൊക്കെയാ അത് ചെയ്ത ഗുണം? ഇതിന്റെ ഗുണം നാഡീഞരമ്പുകൾക്കൊക്കെ നല്ലതാണ്. പിന്നെന്താ, തലവേദനയൊക്കെ പോവോ? പനി, ഓഹോ, മൈഗ്രെയിനൊക്കെ ഉണ്ടെങ്കിൽ പോവൂലേ. ഈ സാധനം ഒന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ല. ആ മൂലയിൽ കുറേ ഉണ്ട്. ഇനി എത്രണ്ണം വേണ്ടി വരും? ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അരയ്ക്കണം? തേക്കും. ഓഹോ, ചന്ദനത്തിന് പകരം അങ്ങനെ അരച്ചിട്ട് നീരാക്കണം അല്ലേ? അത് ശരി. എന്നാൽ അരച്ച് നീരാക്കൂ, നോക്കട്ടെ. അമ്മ നല്ല കുട്ടിയാവോ നോക്കട്ടെ. സ്വഭാവമൊക്കെ ശരിയാവോ? സ്വഭാവം ശരിയാവില്ല, എന്നാ അത് തേക്കണ്ട. ഇങ്ങനെ ജ്യൂസ് ആവൂലേ? അത് നമ്മൾ നെറ്റിയിൽ തേക്കും അല്ലേ? എന്നാൽ ഇതും കൂടെ ഒന്നുള്ളത് ഞാൻ പിടിക്കാം. പണ്ടൊക്കെ ചെയ്യലുണ്ടത്. അല്ലേ, അത് ശരി. അതാണ് മുക്കുറ്റീൻ്റെ ഇല പറിച്ചിട്ട് നമ്മൾ അരച്ച് നെറ്റിയിൽ തേക്കും. അത് ഈ ഞാൻ നന്നാവോ? നന്നായാലോ? അത് തേച്ചോളൂ. അധികം വേണ്ട, അധികം നന്നായ പ്രശ്നമാണ്. ഹായ്, ഞാൻ നന്നായേ. നല്ല തണുപ്പൊക്കെയാണ് നെറ്റിയില്. ശരിയാ, അതായത് വെള്ളത്തിൻ്റെ ആയിരിക്കാം. ഇനി എനിക്കറിയില്ല ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന്. ഞാൻ നന്നായി കഴിഞ്ഞാൽ നിങ്ങളോട് പറയാം ഗൈസ്. തലവേദന സമൂലം വൈദ്യന്മാര് പറയല്ലോ, സമൂലം അരച്ചിട്ട് നമുക്ക് എല്ലാറ്റിനും ഉപയോഗിക്കാം. അത് ശരി, അത്യുത്തമം. അതിപ്പോൾ അണ്ണാക്ക് കുടുങ്ങിയാൻ അത്യുത്തമം. എന്താ സമൂലം ഈ സാധനം മുക്കുറ്റി, നമ്മളെ ചെറിയ തെങ്ങ് പോലെ ഇരിക്കും, കുഞ്ഞി തെങ്ങ്. പണ്ട് ഈ ഓണത്തിന് പൂവൊക്കെ ഇടുമ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന സാധനം അല്ലേ.
മുക്കുറ്റി, തിരുതാളി, പിന്നെന്തായിരുന്നു കാടുംപടലോ ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട്. അപ്പം ഇത് ഭയങ്കര ഇത് മുക്കുറ്റിയാ അല്ലല്ലോ, തൊട്ടാവാടിയാന്ന് തോന്നുന്നു. മുക്കുറ്റി ആ എൻഡിലേക്കൊക്കെയാണ് ഉള്ളത്. പീനട്ട് ബട്ടറൊക്കെ കായ്ച്ചു. നല്ല തണുപ്പുണ്ട് കേട്ടോ നെറ്റിയിൽ പറഞ്ഞ പോലെ. ആഹാ 30 ദിവസം അത് ഈ കർക്കിടകത്തിൽ തന്നെ ഉപയോഗിക്കണം അല്ലേ? അത് ശരി. അടിപൊളി സംഭവം. പിന്നെ ഇതെന്താ ചെരങ്ങ? കുമ്പളം വലുതാവുന്നേ ഉള്ളൂ അല്ലേ? ആവട്ടെ ആവട്ടെ. എന്ത് ഞാൻ വിചാരിച്ച അമ്മ പേരക്കനെ പറ്റിയാ പറയുന്നത്. എവിടെ കുമ്പളം? ആ മഞ്ഞ പൂവ് അല്ലേ? അത് പെൺപൂവല്ലേ അതോ ആൺപൂവോ? ആ ആൺപൂവാണ് ഗൈസ്. അത് ചിലപ്പോൾ കായ്ക്കൂല. പെൺപൂവ് വേറെ ഉണ്ട്. ഇവരെ കൂടെ നടന്ന് പഠിച്ചതാ. പേരയ്ക്ക ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ കുറേ എണ്ണമൊക്കെ കേട് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തൊടിയിലേക്ക് ഇറക്കം കുറവാണ്. ഞങ്ങൾ എന്ന് പറയുമ്പം ഞാൻ അതാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് അന്ന് കുഴിച്ചിട്ട വെണ്ടയ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് കുട്ടപ്പനായിട്ടില്ല ഈ മഴ കാരണേ. മഴയായതുകൊണ്ട് ഒന്നും എന്താ പറയുക, കർക്കിടകം എന്ത് മാസം? പഞ്ഞമാസം. ഒന്നും അങ്ങോട്ട് ഗതി പിടിക്കൂല. ഉപ്പും കടുകോ? എന്താ ഉപ്പും കടുകും കിട്ടൂല കടയിൽ നിന്ന്? അതൊക്കെ നിങ്ങളെ കടക്കാർ പറ്റിക്കുന്നതാ. അങ്ങനെ തന്നെയാ. ഏതിപ്പം മറ്റേ ഇതുണ്ടല്ലോ, എന്താ അതിന് പറയാ, ഈ സ്വർണം വാങ്ങുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, തൃതീയ. അയ്യോ മറന്നു പോയേ. അക്ഷയ തൃതീയ അല്ലേ? അതെന്തോ ഒരു ആഡല്ലേ, എന്തോ സ്വർണം വാങ്ങുന്ന ഒരു ദിവസമുണ്ട്. അതൊക്കെ ഈ ജ്വല്ലറിക്കാരുണ്ടാക്കുന്ന ഓരോ പരിപാടികളാണ്. അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. നിങ്ങൾ പഴയ ജനറേഷനെയൊക്കെ ഇങ്ങനെ പറ്റിക്കുന്നതാണ് കുറേയൊക്കെ. കാക്ക വരുന്നു, വിരുന്ന് വിളിക്കണ്ടല്ലോ. ഒന്ന് സെറ്റപ്പ് ആവാൻ ഉണ്ട്. തൊടി തന്നെ ഇലയൊക്കെ വീണിട്ട് ഭയങ്കര എന്താ പറയുക നാശകോശമായിട്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ഇതൊന്ന് കഴിയട്ടെ. ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതാണ്. പഞ്ഞമാസം ആയതുകൊണ്ടാട്ടോ. വേണ്ട, ഞാൻ കൂടുതൽ നന്നായാലും ഇനി കുറച്ച് അച്ഛൻ്റെ തെറ്റിയിലും തേക്കാം. അച്ഛനെ കുറച്ച് ശരിയാക്കാണ്ട്. ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെയാണ് കർക്കിടകം 1-ാം തീയതി വിശേഷം. ഇനി 30 ദിവസം ഞങ്ങൾ ഈ മുക്കുറ്റിയും ഇതൊക്കെ തേച്ചിട്ട് ഞങ്ങൾ നന്നാവാനുള്ള പ്ലാനാണ്. ശരീരം നന്നാവും അല്ലേ? അതിനിപ്പോൾ എനിക്കെന്താ, എനിക്ക് 6 പാക്കൊക്കെ ഉണ്ടല്ലോ. മനസ്സ് നന്നാവും. 6 പാക്ക് ഒക്കെ ഉണ്ട് ഓൾറെഡി. ഇതവിടെ നമ്മുടെ റോബസ്റ്റ വലുതായി വരുന്നുണ്ട്. ആവട്ടെ. അപ്പം അങ്ങനെയാണ് ഗൈസ്. ഓക്കെ. മാങ്ങ ഞാൻ ഇന്നലെ ഒരു കുഞ്ഞ് വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു കറുത്ത പാട് വരുന്നുണ്ടല്ലേ? കാലമില്ലാത്ത കാലത്ത് ഉണ്ടാവണ മാങ്ങയൊക്കെ. അങ്ങനെയാണ്. അപ്പം അമ്മ ഒരു ടാറ്റ പറഞ്ഞോളൂ. ടാറ്റ ഗൈസ്, ബൈ ബൈ.